ഹലോ മച്ചമരെ എസ് ന്യൂസിലേക്ക് സ്വാഗതം. ആവേശത്തിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പാടുപെടുകയാണ് ബാക്കിയുള്ള സിനിമകൾ. ആദ്യമൊക്കെ ഒന്ന് പരിങ്ങലിൽ നിൽക്കുന്ന പോലെ തോന്നിയെങ്കിൽ, വലിയ പബ്ലിസിറ്റിയും ഒന്നും ഇല്ലാതെ വന്നുവെങ്കിൽ, പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സിനിമയ്ക്ക് പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല, മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തന്നെ വമ്പൻ വിജയമായി മാറിയ സിനിമയാകുമെന്ന് ഉള്ളതാണ്. ഇതിനോടകം തന്നെ മലയാളത്തിലെ ഗംഭീര വമ്പൻ കാശുവാരി പടങ്ങളിലെ എല്ലാത്തിനെയും കവർ ചെയ്യുന്ന തരത്തിലാണ് ആവേശത്തിൻ്റെ കുതിപ്പ്. കഴിഞ്ഞ 3 ദിവസങ്ങൾ, 9-ാം ദിവസം, 10-ാം ദിവസം, 11-ാം ദിവസം, വെള്ളി, ശനി, ഞായർ, ഈ 3 ദിവസങ്ങളിലെ കണക്കെടുപ്പ് നോക്കുമ്പോൾ 12 കോടിയോളം അല്ലെങ്കിൽ 11.5 കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ കേരളത്തിൽ നിന്ന് മാത്രം വന്നിരിക്കുന്നത്. അതായത് വെള്ളിയാഴ്ച മാത്രമേ 3.25 കോടിയും, ശനിയാഴ്ച 3.25 കോടിയും, ഞായറാഴ്ച നമുക്ക് 4.25 കോടി അല്ലെങ്കിൽ 4 കോടി 40 ലക്ഷം രൂപയ്ക്ക് അടുത്തും എന്നുള്ളത് തന്നെ പറയാം. ആ റേഞ്ചിൽ നിൽക്കുമ്പോൾ ആദ്യ 11 ദിവസങ്ങൾ കൊണ്ട് മാത്രമായി സിനിമ 40 കോടിയിലേക്ക് 39.43 കോടിയാണ് 11 ദിവസങ്ങളിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് 40 കോടി എന്ന് തന്നെ പറയാം. ഇന്നുകൊണ്ട് സിനിമ 42 കോടിക്ക് മുകളിലേക്ക് എത്തും. എല്ലാ ദിവസങ്ങളിലും സിനിമയ്ക്ക് 3 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാൻ കഴിയുന്നു. അതും ടെറിഫിക് ഹോൾഡാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പല ദിവസങ്ങളിലും ഒക്യുപ്പൻസി 80%, 85% മുകളിലാണ് എന്നുള്ളതാണ്. ഇന്നും അങ്ങനെ തന്നെ പോകുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ സിനിമ ഇതിനോടകം തന്നെ 80 കോടി കഴിഞ്ഞിരിക്കുകയാണ്. 100 കോടിയിലേക്ക് എന്നെത്തുമെന്നുള്ളൊരു ചോദ്യം ചോദിക്കേണ്ട, അത് ശനി ഞായർ തന്നെ എത്തും എന്നുള്ളത് ഉറപ്പിക്കുകയാണ്. എന്താണേലും ഒരു കാര്യം ഉറപ്പിക്കാം, ഇവിടെ 50ഉം 100ഉം ഒക്കെ നേടുന്ന സിനിമകളെ എല്ലാത്തിനെയും വെല്ലുവിളിച്ച് തന്നെയാണ് ഒരു സോളോ ആയിട്ട് ഒറ്റയ്ക്ക് നിന്ന് കൊലത്തൂക്ക് തൂക്കുന്ന ഫഹദിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആവേശം അമ്മാതിരി ഒരു വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ, അതായത് തുടർച്ചയായി എല്ലാ ദിവസങ്ങളിലും 3 കോടിക്ക് മുകളിലേക്ക് എത്തുന്ന സിനിമ മികച്ച ഹോളിൽ വേൾഡ് വൈഡായിട്ട് പോകുന്നു. UK, അയർലൻഡിൽ നിന്ന് മാത്രമേ 4.5 കോടിയോളമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. 100 കോടി അപ്ഡേറ്റുമായിട്ട് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.